രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാരുടെ മുഴുവൻ തൊപ്പിതെറിക്കും. കരിങ്കൊടി കാണിച്ചവരെ തല്ലിച്ചതച്ച ഗൺമാൻമാർക്കെതിരെ ക്രിമിനൽ നടപടി. പിണറായി സർക്കാർ മാറിയതോടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ആവേശം പോലീസുകാർ എല്ലാം ഇനി പണി വാങ്ങിക്കൂട്ടാൻ തുടങ്ങുകയാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം ഗൺമാൻ അടക്കം 5 പോലീസുകാർ കുറ്റക്കാരാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പോലീസുകാർ പ്രതികൾ. കോടതിയിൽ റിപ്പോർട്ട് നൽകി SIT ആകട്ടെ വകുപ്പ് തല നടപടികൾ ശുപാർശ ചെയ്തു. അത് എന്തു തന്നെയായാലും ഇനിയൊന്നും ഇവിടം കൊണ്ട് തീരുന്നില്ല. വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. പിണറായിയുടെ കാലത്തെ പോലീസ് നായാട്ട് മുഴുവൻ അന്വേഷിക്കാനാണ് ചെന്നിത്തലയുടെ നീക്കം. നവകേരള യാത്രക്കിടെ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആളുകളെ മർദ്ദിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തന്നെ നിയമപരമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ചെന്നിത്തലയും അറിയിച്ചിട്ടുണ്ട്. എറണാകുളത്തെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസിന് അതിക്രമം കാണിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. കോടതിയുടെ സമ്മർദ്ദം മൂലമാണ് നടപടി ഉണ്ടായതെന്നും ഈ വിഷയത്തിൽ കോടതിയിൽ നിന്ന് റിലീഫ് ലഭിക്കാൻ അവിടെ IG ചുമതലപ്പെടുത്തി. അതുപോലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ തന്നെ ക്രിമിനൽ കേസ് എടുക്കുന്ന രീതി ശരിയല്ല. പയ്യന്നൂരിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെയുമുള്ള കേസുകൾ ഇനി പരിശോധിക്കുമെന്നതാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തനത്തിൽ പിണറായി വിജയന്റെ ഗൺമാൻ അടക്കം 5 പോലീസുകാർ കുറ്റക്കാരാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗൺമാൻ അനിൽ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, അതേപോലെ തന്നെ എസ്കോർട്ടിൽ ഉണ്ടായിരുന്ന പോലീസുകാരനായ ഷൈജു, വിപിൻ, അരുൺ എന്നിവർ പ്രതികളാണ് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷികളുടെ മൊഴികൾ അടക്കം ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ SIT ഇടക്കാല റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ 5 പേർക്കെതിരെയുള്ള ആ ഒരു വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. തുടരന്വേഷണത്തിന് ശേഷമാകും വകുപ്പുകൾ ചുമത്തുക. ഈ 5 പേർക്കെതിരെ തന്നെ അതായത് ഇവർക്കെതിരെ വകുപ്പ് തല നടപടി ശുപാർശ ഉടൻ തന്നെ DGPക്ക് കൈമാറും. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് പിണറായി വിജയന്റെ ഗൺമാൻമാർ വാഹനത്തിൽ നിന്നും ഇറങ്ങി ലാത്തികൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവരുടെ ഭാഗത്തു നിന്നും ഗുരുതര ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുകൊണ്ട് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകും. അനിൽ, സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ തുടങ്ങിയവർ പ്രത്യേക രീതിയിൽ ഇവർ പ്രതികളാണ് എന്ന് കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഗൺമാൻമാർക്കെതിരെ വകുപ്പ് ചുമത്തിയിട്ടില്ല. ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ 5 പേർക്കുമെതിരെ വകുപ്പ് തല നടപടി ശുപാർശ ഉടൻ തന്നെ അവിടെ DGPക്ക് കൈമാറും. ലോക്കൽ പോലീസ് തടഞ്ഞു വെച്ചിട്ടും യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലക്കിട്ടടിച്ചു എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഗുരുതര ചട്ട ലംഘനമാണ് നടത്തിയതെന്നും കണ്ടെത്തലുണ്ട്. അന്ന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന DGP MR അജിത് കുമാറിനെതിരെ ഉദ്യോഗസ്ഥർ SITക്ക് മുൻപിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. നവകേരള യാത്രക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസിലാണ് ഗൺമാൻമാരെ രക്ഷിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന DGP MR അജിത് കുമാർ നേരിട്ട് ഇടപെട്ടതായിട്ടാണ് ഉദ്യോഗസ്ഥരുടെ മൊഴികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് അവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് കേസ് ഡയറി തിരുത്തിച്ചു എന്ന മൊഴി പോലും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇവർക്കെതിരെ ഇപ്പോൾ വേണ്ട നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.